കുടിക്കാൻ ഊരിറ്റ് വെള്ളത്തിനായി തെരുവിലിറങ്ങുകയാണ് മലപ്പുറം കൊണ്ടോട്ടിയിലെ മുച്ചിക്കുണ്ട് കോളനി നിവാസികൾ. പരാതി പറഞ്ഞു മടുത്ത് 100ഓളം കുടുംബങ്ങളാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. കുടിവെള്ളത്തിനായി ഒരു നാടൊന്നാകെ തെരുവിലിറങ്ങിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുച്ചിക്കുണ്ട് കോളനിയിൽ 60 വർഷത്തിലധികമായി കുടിവെള്ളം ലഭ്യമല്ല. ഈ പശ്ചാത്തലത്തിലാണ് ബോട്ട് ബഹിഷ്കരിച്ച ഇതിന്റെ 2ാം ഘട്ടമായി ഈ നാട്ടുകാർ ഒന്നാകെ തെരുവിലേക്ക് സമരവുമായി ഇറങ്ങിയിട്ടുള്ളത്. 60 വർഷത്തിലേറെയായി കുടിവെള്ളത്തിനായി കഷ്ടപ്പെടുന്നവരാണ് മലപ്പുറം കൊണ്ടോട്ടി മുച്ചിക്കുണ്ട് കോളനിയിലെ ഓരോ കുടുംബവും. അത്രയേറെ പ്രയാസപ്പെടുന്നുണ്ട് കുടിവെള്ളത്തിനായി ഇവിടുത്തുകാർ. ഓരോ തവണയും മാറി മാറി വരുന്ന ഭരണകൂടങ്ങളെ വിശ്വസിച്ച് ഇക്കാലം അത്രയും ഇവർ കോളനിക്കകത്ത് കഴിച്ചുകൂടി. എന്നാൽ തങ്ങൾ നിരന്തരം പറ്റിക്കപ്പെടുകയാണെന്ന തിരിച്ചറിവാണ് ഇവരെ തെരുവിലിറങ്ങി സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഞാൻ കാലങ്ങളായി വർഷങ്ങളായി കോളനി പതിച്ചു കിട്ടിയ ആ കാലം തൊട്ട് ഇന്ന് വരെയും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. 4 കിലോമീറ്റർ അകലെ വേണം തലച്ചമടെ വെള്ളം കൊണ്ടുവന്ന് പകുതിക്ക് അത് താത്തി വെച്ചിട്ട് അവിടെ ഇരുന്ന് അതിൽ നിന്ന് കുറച്ച് കുടിച്ച് പിന്നീട് അത് അവിടെ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന പണി. അപ്പോഴേക്കും ഒരു 2-3 മണിക്കൂർ സമയം പോകും. അങ്ങനെ കൂലിപ്പണിക്ക് പോകുന്ന ഞങ്ങൾ 7 വെളുപ്പിന് 4-5 മണിയോടുകൂടി വെള്ളം ഉള്ളിടത്ത് പോയി അത് കോരി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടാണ് കൂലിപ്പണിക്ക് പോകുന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പല പദ്ധതികളും സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നുപോലും കോളനി നിവാസികൾക്ക് ഇതുവരെ ഉപകാരപ്പെട്ടിട്ടില്ല. നിലവിൽ ഈ മേഖലയിലെ പൊതുകിണറാണ് ഇവരുടെ ഏക ആശ്രയം. നിലവിൽ അതിലും കാര്യമായ വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. ജനകീയ ഐക്യം സിന്ദാബാദ്, ജനകീയ കൂട്ടായ്മ സിന്ദാബാദ്, ജനകീയ കൂട്ടായ്മ സിന്ദാബാദ്. എത്രയോ വർഷങ്ങളായി ഞങ്ങളിപ്പോൾ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ആയി. ഞങ്ങൾക്ക് അതുമില്ല. കുറേ ടാങ്ക് ഇവിടെ ഉണ്ടാക്കി നിന്നില്ലാതെ ഒരു ടാങ്ക് ഉണ്ടാക്കി, പിന്നെ കുറേ പൈപ്പ് അവിടെ കാണുന്ന സ്ഥലത്ത് പൊന്തിച്ചിട്ട്, എന്നല്ലാതെ ഒരു തുള്ളി വെള്ളം ഇന്ന് വരെയായിട്ട് അവിടേക്ക് എത്തിയിട്ടില്ല, തന്നിട്ടില്ല. ഇനിയിപ്പം ഞങ്ങൾക്ക് ഇതല്ലാതൊരു മാർഗ്ഗം ഇല്ല. നിലവിൽ സാധാരണക്കാരായ കോളനി നിവാസികൾ വലിയ തുകകൾ ചെലവഴിച്ച് വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിച്ചാണ് ജീവിതം തള്ളി നീക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി 100ലധികം കുടുംബങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജില്ലാ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം. 100ഓളം വരുന്ന മൂച്ചിക്കുണ്ട് കോളനി നിവാസികളുടെ ദുരിതം അധികാരികൾ കാണാതെ പോകരുത്. ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഈ സമരം കുടിവെള്ളത്തിനാണ് എന്നുള്ളതുകൂടി അധികാരികൾ ഓർക്കുക. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കൊണ്ടോട്ടി. പൊതുജനം കഴുതയല്ല സാർ.